ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പട്ടായ സിറ്റിയിൽ നിന്നില്ലേ കോറൽ ഐലൻഡിലോട്ട് പോണേണ്ട. അപ്പോൾ പട്ടായ സിറ്റിയിൽ നിന്ന് കോറൽ ഐലൻഡിലോട്ട് ഏകദേശം ഈ ബോട്ടിനൊരു 40 മിനിറ്റോളം ഉണ്ട് യാത്രയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബോട്ടിൻ്റെ ഈ 2ാം നിലയിലാണ്. ഈ 2 നിലയുള്ള ഈ ഒരു വലിയ ബോട്ടാണ് ഇവിടുന്ന് ഈ വിനോദസഞ്ചാരികളായിട്ട് കോറൽ ഐലൻഡിലോട്ട് പോണത്. ഒരാൾക്ക് 40 ബാത്താണ് ഈ പട്ടായ സിറ്റിയിൽ നിന്ന് കോറൽ ഐലൻഡിലോട്ട് പോകാനുള്ള ചാർജ്. അപ്പോൾ വളരെ മനോഹരമാണ് ഈ പോണ കാഴ്ചകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണതിനപ്പുറത്താണ്. കാരണം അത്ര മനോഹരമാണ്, ഭയങ്കര ക്ലൈമറ്റ്, നല്ല ക്ലൈമറ്റ്. ഒപ്പമാണെങ്കിൽ ഒരുപാട് യാത്രക്കാർ, ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-ലധികം യാത്രക്കാർ, അതും വിവിധ രാജ്യക്കാർ, വിവിധ ഭാഷ, വിവിധ നിറങ്ങൾ, അങ്ങനെ ഒരു വൈവിധ്യമാണ് ഈ പട്ടായ സിറ്റിയിൽ നിന്ന് കോറൽ ഐലൻഡിലോട്ടുള്ള യാത്ര. നല്ല കാറ്റ്, ഭയങ്കര നല്ല ക്ലൈമറ്റ്. നിങ്ങളൊന്ന് നോക്കിയിട്ട് കണ്ട ബോട്ട് നല്ല സ്പീഡിലാണ് പോണത്. കണ്ടില്ലേ, ആൾക്കാരൊക്കെ നല്ലോണം വർത്തമാനം പറഞ്ഞ് അല്ലേ, എല്ലാ സഞ്ചാരികളും പരസ്പരം വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല ഇരിക്കണതാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഡ്രൈവർ ഉണ്ടല്ലോ, നമ്മൾ ഈ സ്രാങ്ക് എന്ന് പറയണം, നമുക്ക് ഈ ഫ്രാങ്ക് വളരെ ഗൗരവക്കാരനാണ്. നമുക്ക് ഫ്രാങ്കിനെ നോക്കാം. ഫ്രാങ്ക് വളരെ ഗൗരവക്കാരനാണ്. കാരണം പുള്ളി അങ്ങനെ ചിരിക്കുകയൊന്നുമില്ല, കണ്ടില്ലേ, അങ്ങനെ ഗൗരവത്തിൽ അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ. അപ്പോൾ പുള്ളി എന്ന് വെച്ചാൽ ആ ഒറ്റ ഇരിപ്പാണ്. 40 മിനിറ്റാണല്ലോ, വലിയ ദൂരമൊന്നുമില്ലെങ്കിലും, പക്ഷേ അത് വളരെ ഈ ശ്രദ്ധയോടെ ഈ ബോട്ട് ഓടിക്കേണ്ട ഒരു പാതയും കൂടിയാണ്. കണ്ടില്ലേ, വളരെ വലിയ കാറ്റൊക്കെ വരും, പക്ഷേ ആൾ വളരെ ശാന്തമായിട്ട് തന്നെയാണ് ഇത് ഓടിക്കണം, നല്ല പതറാതെ കാരണം അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഇപ്പം ഞാൻ നിൽക്കണ ഈ മുകളിലാണല്ലോ, നമുക്ക് ഇനി മുകളിൽ നിന്ന് താഴത്തെ തട്ടിലാട്ട് പോകുമ്പോൾ നല്ല തിരയടിക്കണണ്ട. ഈ ബോട്ടിൻ്റെ വേഗത കൊണ്ട് ഇങ്ങനെ തിരയടിച്ചു തന്നെ കണ്ടില്ലേ, കണ്ടാ തിരയൊക്കെ അടിക്കണം, നല്ല ശബ്ദമുണ്ടാ. അപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞോട് നല്ല വേഗതയിലും കൂടിയാണ് ഇത് പോണത്. ആൾക്കാർ ഈ പറഞ്ഞോട്ട് എല്ലാവരും വളരെ നല്ല സൗഹൃദമായിട്ടും വർത്തമാനം പറഞ്ഞ് ചിലവർ ഉറങ്ങിയും, ചിലവർ ഈ കാറ്റത്ത് കിടന്ന് ചെറുതായിട്ട് ഉറങ്ങും. അപ്പോൾ ഈ താഴത്തെ വശത്ത് തന്നെ കണ്ടില്ലേ, നമ്മുടെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഏതോ ഒരു യൂറോപ്യൻ ട്രാവലറാണ്. പിന്നെ പലരും ഈ ലൈഫ് ജാക്കറ്റൊക്കെ ഇടണമെന്നാണ് നിർബന്ധം. അതിൽ ഈ ഭൂരിഭാഗം പേരൊന്നും ലൈഫ് ജാക്കറ്റൊന്നും ഇട്ടിട്ടൊന്നുമില്ല. പക്ഷേ ഈ ബോട്ടിൽ യാത്രയാണെങ്കിൽ ലൈഫ് ജാക്കറ്റ് ഇടണതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ കണ്ടില്ല, ഇതിൽ പകുതി പേര് ഇട്ടിട്ടുണ്ട്, പകുതി പേര് ഇട്ടിട്ടില്ല. പക്ഷേ എന്നാലും യാത്രക്കാരെല്ലാവരും വളരെ സൗമ്യമായി ശാന്തമായി ഇരിക്കണേ. ഭൂരിഭാഗം പേരും ഈ കോറൽ ഐലൻഡ് എന്ന് പറഞ്ഞാൽ നല്ല സ്വപ്ന ദ്വീപിലായിട്ടുള്ള ആ യാത്ര സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലവർ കാറ്റത്ത് നല്ല കാറ്റ് കിട്ടണമുണ്ട്, നല്ലോണം ഒരു ചെറിയൊരു നമ്മളെ മയക്കമൊക്കെ ഉണ്ട്. നമുക്ക് ഇത് ഈ നടുഭാഗം ഉണ്ടാകും. ഇനി ഈ ബോട്ടിൻ്റെ താഴത്തെ നിലയിൽ നമുക്ക് ഏറ്റവും പുറകിലായിട്ട് പോകാം. പുറകിലും ഒരുപാട് പേര് ഇരിപ്പുണ്ട്. കൂടാതെ സീറ്റ് കിട്ടാണ്ട് ആൾക്കാർ നിൽക്കുന്ന പോലും ഉണ്ട് കേട്ടോ, അത്രയ്ക്ക് തിരക്കാണിന്ന്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ, ആൾക്കാരെല്ലാം ശാന്തമാണ്. അപ്പോൾ ഇത്രയും വലിയ തിരമാലകളിൽ പോയിട്ടും ബോട്ട് വളരെ വലിയ കുലുങ്ങാണ്ടൊക്കെയാണ് പോണത്. നല്ല ശാന്തമായിട്ട് തന്നെയാണ് യാത്രക്കാർക്ക് ആ കാറ്റൊക്കെ ആസ്വദിച്ചു കൊണ്ടാണ്. ഇപ്പോൾ ഈ കോറൽ ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കോറൽ ഐലൻഡിൽ ഒരുപാട് മികച്ച ദ്വീപുകളുണ്ട്, വളരെ ഭംഗിയുള്ള ദ്വീപുകൾ. സമി ദ്വീപ്, വാങ്തുങ് ദ്വീപ്, ഇതൊക്കെ അവിടുത്തെ വെള്ളത്തിന് കളർന്ന് പറഞ്ഞാൽ നമ്മൾ താഴ്ത്തിറങ്ങി നമ്മളെ ഈ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെ കാണാൻ പറ്റും, അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോൾ ആ ദ്വീപിലായിട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ബാക്കി വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ പുറകുവശമാണ് ആ ബോട്ടിൻ്റെ വേഗത കണ്ട, എത്ര വേഗതയിലാണ് ആ പോണേന്ന് നമുക്ക് ആ പുറകിലെ തിര കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഏതായാലും ബാക്കിയുള്ള നല്ല ഭംഗിയുള്ള വീഡിയോ ഒക്കെ ഇതിൻ്റെ പുറകെ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഏതായാലും പട്ടായയിൽ നിന്ന് കോറൽ ഐലൻഡിലോട്ട് പോണതിൻ്റെ തുടക്കം മാത്രം, കാരണം 40 മിനിറ്റ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ തുടക്കം മാത്രം നിങ്ങൾക്ക് ഞാൻ കാണിച്ചുകൊണ്ട് ഇനിയും വളരെ മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷിക്കാം.